ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ പ്രവാസിയുടെ ഭാര്യ ഒളിച്ചോടി പോയ വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ആ ഒരു വിഷയത്തിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. പുള്ളിക്കാരത്തി മടങ്ങി വന്നിരിക്കുകയാണ്. അതായത് കാമുകനിൽ നിന്നുള്ള പീഡനം സഹിക്കാൻ വയ്യാതെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഓടി ചെന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവളുകളൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതായത് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തോന്നും ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കാര്യങ്ങളും എല്ലാം അവൻ്റെ അടുത്ത് നിന്ന് കിട്ടും, അതുകൊണ്ട് അവൻ്റെ കൂടെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നും പറഞ്ഞ് ചിന്തിക്കും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴേ കാര്യം മനസ്സിലാവത്തുള്ളൂ. ഞാൻ അന്നേ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അവന് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ഇല്ലാത്തൊരു സ്നേഹം എങ്ങനെ ഈ ഒരു സ്ത്രീയെടുത്ത് അവന് കാണിക്കാൻ പറ്റും. അവൻ ഭൂലോക ഫ്രോഡാണെന്ന് സകലമാന പേരും ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്. അത് മാത്രമല്ല അവൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നും പല ആൾക്കാരും പറയുന്നുമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ഒരു സ്ത്രീ ഇറങ്ങിത്തിരിച്ചത്. ഇപ്പം കിടന്ന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ യാതൊരു പ്രയോജനവുമില്ല. ഒരു കാരണവശാലും ഇവർക്ക് മാപ്പ് കൊടുക്കരുത്. പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് ഭർത്താവുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ കയറാനായിട്ട്. പക്ഷെ അത് ഒരിക്കലും സമ്മതിച്ച് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു വാർത്തയുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. മാത്രമല്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു, അവന്റെ കൂടെ പോയി നല്ലപോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവര് നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. എങ്ങനെയുണ്ട്? അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന ഫ്രോഡിൽ നിന്ന് ക്രൂരമായ മർദ്ദനമാണ് പുള്ളിക്കാരത്തേക്ക് കിട്ടിയത്. പോലീസിൽ കേസ് കൊടുക്കുമ്പോഴത്തേക്ക് അഫ്കോഴ്സ് അവരെ 2 പേരെയും വിളിപ്പിക്കും, ഇല്ലേ? ഇരു കൂട്ടരെയും വിളിപ്പിക്കുന്ന സമയത്താണ് ഈ ഒരു സ്ത്രീ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി പറഞ്ഞ കണക്ക് തന്നെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. അതായത് ഇവിടെ നിൽക്കുമ്പം തോന്നും അതായിരിക്കും നല്ലൊരു ലൈഫ്, അങ്ങനെ ഇറങ്ങിപ്പോകാം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനകത്ത് അങ്ങ് മയങ്ങി വീഴും, എന്നിട്ട് ഇറങ്ങിത്തിരിക്കും. ഇപ്പോൾ അവസാനം എന്തായി ഗതി ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം നശിപ്പിച്ചപ്പം ഇവക്കൊക്കെ ഇതിനകത്ത് നിന്ന് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു മനുഷ്യൻ ഇനി എങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി നടക്കും? ഒന്നുമില്ലെങ്കിൽ ആ ഒരു മനുഷ്യനും കൂടിയല്ലേ നാണക്കേടുണ്ടാകുന്നത്. പോരാത്തിന് ആ ഒരു കൊച്ചിൻ്റെ അവസ്ഥയോ, കൊച്ചു വളർന്ന് വലുതായി വരുമ്പം ആദ്യം കേൾക്കുന്നത് ഈ ഒരു സംഭവമായിരിക്കും. ആരെങ്കിലുമൊക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും അവൻ്റെ ചെവിയിലെത്തിയൊക്കെ ചെയ്യും. അപ്പോൾ അവനുണ്ടാകുന്ന ഒരു വിഷമം എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ ഇവളുകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്നോ എന്താ പറയേണ്ടതെന്നോ എനിക്കറിയാൻ വയ്യ. കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ വഴി വന്നിരുന്ന് പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഓവറായിട്ട് വന്നിരുന്ന് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മുടെ പേരിലോട്ട് കേസും കാര്യങ്ങളെന്നും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ടിറങ്ങും. കാര്യം നമ്മുടെ നിയമം അങ്ങനെയാണ്, സ്ത്രീകളുടെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ. എന്തായാലും ഈ കൊച്ചിനെ ഈ ഒരു അച്ഛൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, അവിടെ സൈഡിലൊരു ഫോട്ടോ കാണിക്കും, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാര്യം ഇനി ആ കൊച്ച് വളരേണ്ടത് അച്ഛൻ്റെ കൂടെയാണ്, ഇവളുടെ കൂടെ ഒരു കാരണവശാലും പറഞ്ഞു വിടരുത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. പിന്നെ എന്തിനാ നീ ഇറങ്ങി തിരിച്ചത്? ഇപ്പം കാമുകനെ വേണ്ട, കാമുകനിൽ നിന്ന് നല്ല ഇടിയും എന്തിനാ കൊച്ചിനെ വരെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതെല്ലാം കിട്ടിയപ്പോഴത്തേക്ക് ഇനി ഒരിക്കലും ഞാൻ ഇനി കാമുകൻ്റെ കൂടെ പോകുന്നില്ലെന്ന്. എന്നിട്ട് പിന്നെ എങ്ങോട്ട് പോകാനാണ് തീരുമാനം? തിരിച്ച് ഭർത്താവിൻ്റെ അടുത്തോട്ടോ? നാണോമാനം എന്ന് പറയുന്നൊരു സാധനമുണ്ടോ? അറിയാൻ വേണ്ടി ചോദിക്കും. ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗലി ഡിവോഴ്സ് ചെയ്യാം, അതിന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പക്ഷെ അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യാതെ എന്തിന് നിങ്ങൾ ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തു? ഭർത്താവ് ഏറ്റെടുക്കാൻ
തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താ അവനും ആൾറെഡി അല്ല, അവനും വെറും ഫ്രോഡാണെന്നാണ് പറയുന്നത്. ആ ഫ്രോഡായിട്ടുള്ളവനെ തന്നെ എന്തിനു തിരഞ്ഞെടുത്തു? ഒരു മൊബൈൽ നന്നാക്കാൻ പോയപ്പം തുടങ്ങിയൊരു ബന്ധമാണ്. ആ ബന്ധം ഇപ്പോൾ എവിടെ ചെന്ന് അവസാനിച്ചു? ഇത് പല ആൾക്കാർക്കും ഒരു പാഠമായി മാറട്ടെ. ഇതിപ്പം എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്നൊന്നും നമ്മളാരും അടിച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് ഭർത്താക്കന്മാർ. എന്നിട്ട് ഈ ഒരു പരിപാടി ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവർ എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്താ അതായത് 10-13 പവനോളമാണ് എടുത്തുകൊണ്ട് പോയത്. അത് പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിനെ നിർബന്ധിച്ചു എന്നും അതിന് വഴങ്ങാത്തത് കൊണ്ട് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയെന്നാണ് പറയുന്നത്. ഒരു തരക്കേടുമില്ല, നിനക്ക് കിട്ടണം, കിട്ടിക്കഴിഞ്ഞാലേ പഠിക്കത്തുള്ളൂ. എനിക്കിത് കേട്ടിട്ട് വലിയ സങ്കടമൊന്നുമില്ല, സന്തോഷമാണ് തോന്നുന്നത്. കുറച്ചധികം കിട്ടണം, കുറച്ചധികം കിട്ടിക്കഴിഞ്ഞാലേ പഠിക്കത്തുള്ളൂ. ഇനി മേലെ ഇത് ആവർത്തിക്കത്തില്ലല്ലോ. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിനു സ്വീകരിക്കണം? ഇത്രയും തോന്നിവാസം കാണിച്ചിട്ട് എന്തിനു സ്വീകരിക്കണം? ഇനി ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലൊന്നും സംഭവിക്കത്തില്ലെന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? മനുഷ്യന്മാരുടെ കാര്യം ഒരിക്കലും നമുക്ക് ആർക്കും വന്നിരുന്ന 100% ഒന്നും ആരെ പറ്റിയിട്ടും പറയാൻ പറ്റത്തില്ല. സോ ഇനി ഒരു കാരണവശാലും ചാൻസ് കൊടുക്കരുത്. എത്രയും പെട്ടെന്ന് ലീഗലി ഡിവോഴ്സ് ആവുക, ആ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുക. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരിപ്പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. അതാണ് സംഭവം. എന്തായാലും ഇനിയെങ്കിലും പല ആൾക്കാരും ശ്രദ്ധിക്കുക. കാര്യം ഇങ്ങനെയൊക്കെയുള്ള ചതിക്കുഴികളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഐസിന് എങ്ങനെയെങ്കിലും അവൻ ആ ഒരു സ്വർണം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണമെന്ന് അവൻ്റെ മനസ്സിലൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ ഇങ്ങനൊരു വഴി സ്വീകരിച്ചത്, ഇവളെ ചാടിച്ചുകൊണ്ട് പോയത്. പിടിയിട്ടില്ലേ? പക്ഷേ ഇവിടെ ആരുടെയൊക്കെ ജീവിതമാണ് ഇപ്പുറത്ത് ഇവിടെ നശിച്ചത്. ഈ പറയുന്ന ഫ്രോഡായിട്ടുള്ള അവൻ്റെ ലൈഫ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവനും ഒരു ഭാര്യയും 3 മക്കളും ഉണ്ട്. അവരുടെ ജീവിതമോ? എന്തായാലും അവൻ്റെ പേരിലും കേസ് ചാർജ് ചെയ്ത് അവനെയൊക്കെ പിടിച്ച് അകത്തിടണം. സമൂഹത്തിന് തന്നെ അവനെ പോലെയുള്ള നാറികൾ ഭയങ്കര ദോഷമാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.